ഹായ് ഹലോ നമസ്കാരം. മന്നൂസ് കിച്ചൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂരിൽ, അതായത് നാട്ടിൽ പോയാൽ എപ്പം പറശ്ശിനിയിൽ പോകുന്ന ഒരു പതിവാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പറശ്ശിനിയിൽ പോയല്ലോ, അവിടുന്ന് ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിങ്ങിന് പോയ ചെറിയ കുറച്ച് വിഷ്വൽസാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ പറശ്ശിനിക്കടവ് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ പോയൊരു എക്സ്പീരിയൻസും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിംഗ് ആണ്, അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരൊക്കെ എൻ്റെ കൂടെ ബോട്ടിങ്ങിനുള്ളതെന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, ഞാനൊരു ലുക്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞും തരാം. അപ്പം നമ്മളെല്ലാവരും ബോട്ട് കയറി ഇതാ റെഡി ആയിട്ടുണ്ട്, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട്. അമ്മമ്മയുണ്ട്, വിഷ്ണു ഉണ്ട്, അനു ഉണ്ട്, ഡാഡി ഉണ്ട്, മമ്മിയുണ്ട്, പിന്നെ എൻ്റെ 2 ചോട്ടാസും. അങ്ങനെ ഇതാ ബോട്ടിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അടിപൊളി ബോട്ടിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഒരു ഫാമിലി ബോട്ടിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. അവിടെ വെറൈറ്റി ഓഫ് ബോട്ടിംഗ് ഉണ്ട്, അതായത് വേറെ വേറെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ അവിടെ. അത് കൂടാണ്ട് നമുക്ക് മറ്റേ ഹൗസ് ബോട്ടും കൂടി അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ എൻ്റെ ബാക്കിൽ കേൾക്കുന്ന സൗണ്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു മഴയത്ത് തന്നെ ആ ഒരു വേറെ തന്നെ ഒരു ഫീലിംഗ് ഇല്ലേ, രാത്രിയത്തെ മഴ. അതിൻ്റെ കൂടെ തന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ ഇരുന്നതാണ്. പക്ഷെ ഇത്ര ഓവറായിട്ട് സൗണ്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ മൈക്കില്ലാണ്ട് കേട്ടോ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സൗണ്ട്. അതൊന്ന് എവോയ്ഡ് ചെയ്തേക്കണേ. ആ ഒരു ഫീലിൽ പറഞ്ഞു വരാനൊരു സുഖം തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മഴയെ എൻജോയ് ചെയ്തുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം, പറശ്ശിനിക്കടവ് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത്, അത് ഈ റെസ്റ്റോറൻറ്റ് കേട്ടോ, ഈ കാണുന്നത്. ഇവിടെ പോകുന്ന എക്സ്പീരിയൻസും കൂടി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ബോട്ടിംഗ് എൻജോയ് ചെയ്തിട്ട് വരാം. ബോട്ടിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്താണെന്നറിയോ, ഇങ്ങനെ ഈ പാലത്തിൻ്റെ അടിയിലോട്ടൊക്കെ ഇറങ്ങുന്നതല്ല, നമ്മൾ ജസ്റ്റ് ആ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് പോയി നിൽക്കുമ്പോഴുള്ളൊരു രസമുണ്ടല്ലോ, അതൊരു വേറെ തന്നെ ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് പോലെ തോന്നിയൊരു ഫീലാണ്. കാരണം ആ വെള്ളത്തിൻ്റെ മുമ്പിൽ അമ്പലം കാണുമ്പോൾ അതൊരു വേറെ തന്നെ രസമാണല്ലേ. എനിക്കതാ ഏറ്റവും ഇഷ്ടം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ അവിടെ എത്തിയൊരു എടുത്ത വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഈ കാണുന്നതൊക്കെ ഹൗസ് ബോട്ട് ടൈപ്പുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബോട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഒരു 6 ആളിൽ കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫാമിലി ബോട്ട് ടൈപ്പ് എടുത്തത്. ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു സീനറി, ആ പറശ്ശിനിക്കടവിൻ്റെ ആ ലുക്കാണ് നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ, അമ്പലത്തിനെ കാണുന്നത് ഇതേപോലെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, അപ്ഡേറ്റ് ആയിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ഇടുന്നതിനനുസരിച്ചിട്ട് വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നോക്കിയിട്ട് എന്തൊരു ഭംഗിയാ ദൂരെ നിന്ന് പറശ്ശിനിക്കടവ് ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടല്ലേ. ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയും പിന്നെ ആ ക്ഷേത്രം അടുത്തടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ്സും ഉണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക, വേറെ ലെവൽ ഫീലിങ്സാണ്. ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള, ഒരു സ്നേഹത്തോടെയുള്ള, ഒരു ആശ്വാസത്തോടെയുള്ള, ഒരു രസമുള്ളൊരു ഫീലിങ്സാണ് കേട്ടോ അത്. ഈ വീഡിയോയിൽ ഞാൻ ബോട്ടിങ്ങിന് പോയതും അതുപോലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയ വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള വീഡിയോസൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പറശ്ശിനിക്കടവ് ക്ഷേത്രം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അകത്തത്തെ വീഡിയോസ് ഞാൻ എടുത്തതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എടുത്ത് വെച്ച വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മൾ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന് മുമ്പിലെത്തിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അവിടെ നിർത്തിയിട്ട് നമ്മൾ തൊഴുതിട്ട് കേട്ടോ പിന്നെ ബോട്ട് അവിടെ നിന്ന് എടുക്കുന്നത്. അതൊരു രസമാണ്, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും മാത്രമല്ല, ഒന്ന് നന്നായി പ്രാർത്ഥിക്കാനും കൂടി അമ്പലം ഇങ്ങനെ കാണുമ്പോൾ. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളിതാ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ബോട്ടിൽ നിന്ന്. നമ്മളിനി നേരെ പോകുന്നത് ഈ കാണുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ ഞാനൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. നമ്മളവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ സീ ഫുഡാണ് അവിടെ അവർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പോയത് വൈകുന്നേരം ആ ഒരു ടൈം ആയതുകൊണ്ട് അധികം ഡിഷസൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള ഡിഷസ് നമ്മൾ കഴിച്ചതൊക്കെ ഒരു നോക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ന്യൂലി മാരീഡ് കപ്പിളും നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ.
അടിപൊളി വൈബുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു എന്താ പറയുക ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അത് നിങ്ങൾ പറ്റുന്ന വൈകുന്നേരം സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യൂ നന്നായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നമ്മളവിടെ പോയ ടൈം നല്ലൊരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴയും കായലും ഫുഡും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഈ മഴേൻ്റെ ഫീൽ എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഞാനൊരു നോക്കി ഞാൻ കാണിച്ചു തരാം, ഞാൻ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ നിങ്ങൾക്ക്. വേറെ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ പറശ്ശിനിക്കടവ് കാണാം മഴ പെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ എല്ലാവരും ഇരുന്ന് സെറ്റിലായിട്ടുണ്ട്. ഇനി മെനു നോക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്യാണ്. ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ചോട്ടാസിന് വാങ്ങിയ ഒരു സ്റ്റാർട്ടേഴ്സും പിന്നെ ഡ്രിങ്ക്സും ആണ്, ജ്യൂസസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഓൾസോ നമ്മളെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോ ആളും ഓരോ ഐറ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ടായത്, അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഐറ്റവും ഷെയർ ചെയ്തിട്ട് കഴിക്കുകയോ ചെയ്തത് കേട്ടോ. അൺടൈം ആയതുകൊണ്ട് തന്നെ സീ ഫുഡിൻ്റെ ചോയ്സ് നമുക്ക് വളരെ കുറവാണ് ഉണ്ടായത്. ഉള്ളതിൻ്റെ അകത്ത് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ലാസ്റ്റ് ഒരു മൊജിറ്റോവും കുടിച്ചിട്ട് നമ്മളെ ഫുഡിങ് പരിപാടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സിമ്പിൾ ആൻഡ് ക്യൂട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത്, ബോട്ടിംഗ് അതോ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലോ ഫുഡ് കഴിക്കലാണോ, കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇറങ്ങിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.